നമസ്കാരം. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇതുപോലൊരു സർക്കാർ ഇതിനു മുമ്പ് കേരളം ഭരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളടക്കം എല്ലാ ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. പറഞ്ഞു വരുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചലച്ചിത്ര മേഖലയിലും കേരള ചലച്ചിത്ര ആസ്വാദകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ കൂടി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പുറകെ വന്നിരിക്കുന്നു. അതായത് ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര എന്ന ഒരു നടി പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ രഞ്ജിത്ത് എന്ന സംവിധായകനിൽ നിന്നും തിരക്കഥാകൃത്തിൽ നിന്നും വളരെ മോശമായ ഒരു അനുഭവം തനിക്കുണ്ടായി. ലൈംഗിക ചൂഷണമായിരുന്നു രഞ്ജിത്തിന്റെ ഉദ്ദേശം തന്നെ. വളരെ അധികം മാനസികമായും ശാരീരികമായും നോവിക്കുന്ന ഈ അനുഭവം ശ്രീലേഖ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടും ഇപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ പറയുന്നു, രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ, വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെന്റ് ചെയ്യും. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് ക്രൂശിക്കാൻ പറ്റും? നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണ്. നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യും? അത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഒരാളുടെ വാക്ക് കേട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരാളെ ക്രൂശിക്കാനാകുക? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരാളെ തൽസ്ഥാനത്ത് നിന്നും എങ്ങനെയാണ് മാറ്റുക? പിന്നീട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെച്ച് തീർക്കും എന്നാണ് കേരളത്തിന്റെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ സജി ചെറിയാൻ എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാംസ്കാരിക അവബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മലയാളി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നത്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോട് ഒരു അഭ്യർത്ഥനയുണ്ട്, ഒരു ചോദ്യമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി, രഞ്ജിത്ത് എന്ന സംവിധായകനെ, രഞ്ജിത്ത് എന്ന കലാകാരനെ, രഞ്ജിത്ത് എന്ന തിരക്കഥാകൃത്തിനെ കേരളം നെഞ്ചേറ്റുന്നു, ആരാധിക്കുന്നു. അത്രയും കലാപ്രതിഭയുള്ള ഒരു ആൾ തന്നെയാണ്, കലാകാരൻ തന്നെയാണ് രഞ്ജിത്ത്. എന്നാൽ രഞ്ജിത്ത് ചെയ്യുന്ന ഓരോരോ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കേണ്ട ബാധ്യത ഒരു കാരണവശാലും കേരളത്തിലെ സാധാരണ ശരാശരി മനുഷ്യർക്കില്ല, കലാസ്വാദകർക്കില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കണം. പിന്നെ ആരുടെയെങ്കിലും ഒരു പറച്ചിൽ കേട്ട് കേസെടുക്കാനോ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് മാറ്റുവാനോ പറ്റില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ബഹുമാന്യനായ മന്ത്രി ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. രഞ്ജിത്ത് എന്ന കലാകാരനെ, രഞ്ജിത്ത് എന്ന സംവിധായകനെ തൂക്കിക്കൊല്ലാൻ ഒന്നുമല്ലല്ലോ ജനം ആവശ്യപ്പെടുന്നത്. മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നതിന് പ്രകാരം ആരെങ്കിലും ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി മുന്നോട്ട് വരികയാണെങ്കിൽ, ആരുടെയെങ്കിലും ഒരു പേരെടുത്തു പറയുകയാണെങ്കിൽ ഉടനടി നടപടി കൈക്കൊള്ളും എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബംഗാൾ നടിയായ ശ്രീലേഖ മിശ്ര, സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഉണ്ടായ പീഡന കഥകളെ കുറിച്ച് പറയുമ്പോൾ മന്ത്രിക്ക് എന്താണ് ഇത് കാര്യമായി എടുക്കാൻ സാധിക്കാത്തത്? അപ്പോൾ മന്ത്രിയുടെ സ്ഥാപിത താല്പര്യം തന്നെയാണ്. മന്ത്രിയുടെ പാർട്ടിക്കാരനായ രഞ്ജിത്തിനെ മന്ത്രിയുടെ കൂടി താല്പര്യപ്രകാരമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ആ സ്ഥാനത്ത് നിന്ന് സ്വന്തം പാർട്ടിക്കാരനെ മാറ്റി നിർത്തുവാനുള്ള ഉത്തരവാദിത്തമോ സാംസ്കാരിക അവബോധമോ ധാർമ്മികതയോ തൊട്ടുതീണ്ടാത്ത ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മലയാളി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നത്. മന്ത്രിക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മന്ത്രി ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് എന്ന ചലച്ചിത്ര സംവിധായകൻ പാലേരി മാണിക്യം എന്ന തന്റെ സിനിമയിലേക്ക് അഭിനയിക്കുവാൻ വേണ്ടിയാണ് തന്നെ ബംഗാളിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും വിളിച്ചു വരുത്തിയത്. അതിനുശേഷം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മറ്റു പ്രൊഡ്യൂസേഴ്സും മറ്റുള്ള സാങ്കേതിക വിദഗ്ധരുമെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവരോടൊപ്പം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് പീഡിപ്പിക്കാനാണ് ശ്രമിച്ചത്, ലൈംഗികമായി ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചത് എന്നുള്ള കാര്യം അക്കമിട്ട് അടയാളപ്പെടുത്തി തീയതിയും നാളും അടക്കം ബംഗാളി താരമായ ശ്രീലേഖ മിത്ര പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ടാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ശ്രീലേഖ എന്ന പെൺകുട്ടിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. ഇതിലെന്ത് നൈതികതയാണ് ഉള്ളത്? സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലേ എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്.
ഇത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു വനിതാ മന്ത്രിമാരും പറയുന്നത്. വനിതാ മന്ത്രിമാർ ഒരു വനിതയായ നടിക്കുണ്ടായ പീഡനാനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അത് പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അത് പരാതിപ്പെടുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ഒരു തരം ഒഴികഴിവ് വർത്താനം പറയുന്നു, ഉരുണ്ട് കളിക്കുന്നു. സാധാരണ അയൽക്കൂട്ടങ്ങളിലെല്ലാം പെണ്ണുങ്ങൾ പറയുന്ന കുശുമ്പ് വർത്താനങ്ങൾ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വനിതാ മന്ത്രിമാർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ലജ്ജയുണ്ട്. മലയാളിക്ക് ലജ്ജ കൊണ്ട് തൊലി പൊളിഞ്ഞു പോകുന്നു. ആരോപണം ഉന്നയിച്ച ആക്ട്രസിന് പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് പറയുന്നത്, അവർക്കുണ്ട് എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പോലും കണക്കിലെടുക്കാതെയാണ് അവർ ഓരോരോ പ്രസ്താവന നടത്തുന്നത്. ഒരു വനിത തൊഴിലിടത്തിൽ തനിക്ക് പീഡനമേൽക്കേണ്ടി വന്നു, ലൈംഗിക ചൂഷണത്തിന് ഇരയാകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദു പറയുന്നു, നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ പരിശോധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരവസ്ഥ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയോ അല്ലെങ്കിൽ വീണ ജോർജിന്റെയോ വീട്ടിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. എന്തായാലും നിലകൊള്ളുന്ന പാർട്ടിക്ക് വേണ്ടി ഓരോരോ ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകൾ നടത്തി പ്രതിക്കൂട്ടിലാകുന്ന മന്ത്രിമാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കേരളം കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കുറച്ച് മന്ത്രിമാർ കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാൻ സാധിക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് മറ്റൊരു ഉദാഹരണം കൂടി മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു നടപടിയും കൈക്കൊള്ളാതെ 4.5 വർഷം ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നുകൊണ്ട് ഇപ്പോൾ തങ്ങളെ ഇന്ന ആളുകളാണ് പീഡിപ്പിച്ചത് എന്ന് പേരും ദിവസവും തീയതിയും അടക്കം ഓരോരുത്തരും എടുത്തു പറഞ്ഞിട്ട് മന്ത്രിസഭയിലുള്ള ഒരാൾക്ക് പോലും ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഈ ആളുകൾ തങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ഡിന്നറിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നു, ഞങ്ങൾ എപ്പോഴും വനിതകൾക്ക് വേണ്ടിയാണ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വക്താക്കളെല്ലാം എവിടെ പോയി നവോത്ഥാന നായകന്മാർ, എവിടെ പോയി സാംസ്കാരിക നായകന്മാർ എന്നാണ് ഇപ്പോൾ സാധാരണക്കാരെല്ലാവരും ചോദിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് തന്റെ തൊഴിലിടത്തിൽ പീഡനമുണ്ടായി, ലൈംഗിക ചൂഷണമുണ്ടായി എന്ന് പറയുമ്പോഴും മന്ത്രിമാരടക്കം ഉള്ളവർ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ആളുടെ കൂടെയല്ല, ഇരയുടെ കൂടെയല്ല, വേട്ടക്കാരന്റെ കൂടെയാണ്. വേട്ടക്കാരന്റെ കൂടെ അവർ ഡിന്നറിൽ പങ്കുകൊള്ളുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, സംസ്കാരം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കുക. ഉളുപ്പുണ്ടെങ്കിൽ അങ്ങയടക്കമുള്ള ആളുകൾ ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോണം. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ആ സീറ്റിൽ നിന്നും ഇറക്കി വിടുവാനുള്ള ആർജവം കാണിക്കണം. മുഖ്യമന്ത്രിക്കും നട്ടലുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം ഒരേ സ്വരത്തിൽ പറയുന്നത്.